ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചൈനീസ് കിച്ചൺ എന്ന് വന്നിരിക്കുന്നത് മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ മുളപ്പിക്കാൻ ഒരു നൈറ്റ് മാത്രം മതി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ടാൽ മതി. രാവിലെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം ചെറുപയർ കഴുകിയിട്ട് മാത്രം മുളപ്പിക്കാൻ പാടുള്ളൂ. മുളപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ചെറുപയർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒന്ന് നനവ് ആവാൻ മാത്രം. അപ്പോൾ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊരു തോരനാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഒന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, മുളക്, കറിവേപ്പില, അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, സവോള, പിന്നെ തേങ്ങയും കുറച്ച് ചുമന്നുള്ളിയോ വെള്ളുള്ളിയോ നിങ്ങൾക്ക് ഏതാ ഫ്ലേവർ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചതച്ചിടാം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചതച്ചിട്ടില്ലെങ്കിൽ ഈ തോരൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് അധികം ഇങ്ങനത്തെ ചെറുപയറൊക്കെ വേവിക്കാതിരിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ അധികം ഒരു ഇത്രയും വൈറ്റമിൻ ഉള്ളൊരു വിഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ വൈറ്റമിനൊക്കെ അധികം പോവാതിരിക്കുകയാണെങ്കിൽ കുറേ അത് വെള്ളമൊഴിച്ച് വേവിക്കാതിരിക്കുക നല്ലത്. മൂടി വെച്ച് വേവിക്കുകയാണ്. പിന്നെ ഇതുകൊണ്ട് സാലഡും ഉണ്ടാക്കും കേട്ടോ. സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മുളപ്പിച്ച ചെറുപയർ കുറച്ച് ചെറുനാരങ്ങയും തക്കാളിയും കുക്കുംബറും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് സാലഡും ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മുളപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴണ്ടി വന്ന് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ചെറുപയർ വന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. വളരെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചാൽ മതി. പിന്നെ ഇലകളായിട്ട് ചെല്ലി മുളപ്പിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അതിലും കൂടുതൽ ടേസ്റ്റ് ഇതാണ്. ഇത് മുളച്ച് വരുന്ന സമയത്താണ് അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ളതെന്ന് പറയുന്നത് ചെറുപയറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റിൽ തന്നെ നമ്മുടെ ചെറുപയർ തോരനായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചിടുകയാണ്. വെള്ളുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളുള്ളി ചതച്ചിടാം കേട്ടോ. പച്ചമുളക് ഓൾറെഡി ചേർത്ത കാരണം ഞാൻ ചതച്ചിട്ടില്ല. അധികം ഒന്നും എരിവിലൊന്നും ഇല്ലാതെയാണ് ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ കുറച്ച് തൈരും ഈ ചെറുപയർ തോരനും മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് സാലഡായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ രുചികരമായ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്